സംസ്ഥാനത്ത് അതിശക്തമായ മഴ വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ മഴ ഇനിയും കനക്കും എന്നതാണ് സാധ്യത. ഇന്ന് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. നാളെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ടാണ്. ഞായറാഴ്ച സംസ്ഥാനത്ത് വ്യാപകമായ തീവ്രമഴ മുന്നറിയിപ്പുണ്ട്. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഷംന, വീണ്ടും മഴ കനക്കുകയാണല്ലോ, എത്രത്തോളം ജാഗ്രത വേണ്ട സമയമാണ്? തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം, ജൂൺ ആദ്യവാരം താരതമ്യേന മഴ കുറവാണ് ഇത്തവണ ലഭിച്ചത്. പക്ഷേ മഴ വീണ്ടും കനക്കുകയാണ്. നമുക്കറിയാം, ആദ്യം ഇത്തവണത്തെ മൺസൂൺ പതിവിലും നേരത്തെ, അതായത് മെയ് 24 തന്നെ തീരം തൊട്ടിരുന്നു. അതിനുശേഷം വ്യാപക മഴയാണ്, അതിതീവ്ര മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ പറഞ്ഞിരുന്നു, കാലവർഷ മഴയ്ക്കൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം, അതാണ് മഴയുടെ തീവ്രത കൂട്ടിയത്, ലഭിക്കുന്ന മഴയുടെ അളവ് കൂട്ടിയത്. അതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ വീണ്ടും ബംഗാൾ ഉൾക്കടലിൽ, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തീവ്രമഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് എന്തായാലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. അതായത് അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നാളെയോടുകൂടി മഴ കൂടുതൽ ശക്തമാവുകയാണ്. കൂടുതൽ ജില്ലകൾക്ക് കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. ഒപ്പം മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർന്ന് മറ്റന്നാളത്തെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ്. 15-ാം തീയതിയോടുകൂടി എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ തന്നെയാണ് പ്രവചിക്കുന്നത്. എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിൽ ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതോടുകൂടി മഴ കൂടുതൽ തീവ്രമാകുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ കാലവർഷത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. നേരത്തെ കാലവർഷം എത്തിയിരുന്നു. ഒപ്പം വടക്കൻ കേരളത്തിൽ ആദ്യം തീരം തൊട്ട് പിന്നീടാണ് മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കൊക്കെ ഇത്തവണത്തെ മൺസൂൺ വ്യാപിച്ചത്. അപ്പൊ അങ്ങനെ നിരവധി പ്രത്യേകതകളോടുകൂടി എത്തിയ മൺസൂൺ അത് ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. അങ്ങനെ വരും ദിവസങ്ങളിൽ മഴ ശക്തമാവും. ഒപ്പം ശക്തമായ കാറ്റുണ്ടാകും. മണിക്കൂറിൽ 60. കാലാവസ്ഥ വളരെ പ്രതികൂലമായി തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. ആയിഷത്തുൽ ഷംനയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഷംനയിലേക്ക് വീണ്ടും എത്തണം. ഈ കടൽ എത്രത്തോളം പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ, അതേപോലെ തന്നെയാണ് തീരദേശവാസികളുടെ ജീവിതവും എന്ന് പറയുന്നത്. അവരും വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ശംഖുമുഖത്ത് കടൽ ഭിത്തി നിർമ്മാണത്തിലെ അനാസ്ഥ ആരോപിച്ച് തീരദേശവാസികൾ പ്രതിഷേധം തുടരുകയാണ്. വീടുകൾ കടലെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ റോഡ് ഉപരോധിച്ചിരുന്നു. ഒടുവിൽ കടൽ ഭിത്തി നിർമ്മാണം ഊർജിതമാക്കാൻ മൈനർ ഇറിഗേഷൻ വകുപ്പ് നടപടി തുടങ്ങിയിരുന്നു. ഷംന വലിയതുറയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷംന, എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം അതിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട് തീരദേശവാസികൾ? അവരുടെ പ്രതിഷേധം അതിലൊരു അയവ് വരുത്താൻ ഉള്ള നീക്കത്തിലാണോ, അതോ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണോ? തീർച്ചയായും ആര്യ, ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ വലിയതുറ നിവാസികളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കാരണം നമുക്കറിയാം, ഈ മേഖല കഴിഞ്ഞ കാലങ്ങളിലായി ഈ കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് തിരയടിച്ച് വീണുപോയതാണ് ഈ വീടുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ. ഇതിനെ തുടർന്ന് നിരവധി വർഷങ്ങളായി ഇവർ പ്രതിഷേധം നടക്കുകയും അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുന്നുമുണ്ട്. കാരണം തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നു ഈ കടലാക്രമണം എന്ന് ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയിരുന്നു, പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷെ അന്നൊന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഈ കല്ല് കൊടുന്ന് നിക്ഷേപിച്ച് ഈ മതിൽ കെട്ടുന്ന ഒരു സാഹചര്യം പോലും, അതിനു പോലും വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഒപ്പം തന്നെ ഇന്നലെ വലിയ രീതിയിൽ പ്രതിഷേധം കനത്തതോടെയാണ് 2 ലോഡ് കല്ല് സമീപത്ത് ഇറക്കുമെന്നും ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുമെന്നൊക്കെ അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഈ
ഒരു ലോഡ് കല്ല് മാത്രമാണ് ഇറക്കിയത്. ഈ 2 ലോഡ് കല്ല് ഇറക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിൽ പോലും 1 ലോഡ് കല്ല് മാത്രമാണ് ഇറക്കിയത്. ഇത് താൽക്കാലികമായി ജനങ്ങളുടെ ഒരു പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമാണ്. അതല്ലെങ്കിൽ ഒരു വരുന്ന തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആരോപണം. അല്ലാതെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട ഒരു സഹായമോ അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയോ അല്ല അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഈ വലിയതുറ നിവാസികളുടെ ഒരു പരാതി. എന്തായാലും ഇന്നലെ ഉറപ്പു നൽകിയതുപോലെ ഈ 2 ലോഡ് കല്ല് ഇറക്കുകയും ഒപ്പം തന്നെ ഈ കല്ല് മതിൽക്കെട്ട് പൂർണ്ണമായും അതിന്റെ പണികൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ തീരദേശ നിവാസികളുടെ അവരുടെ കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നതും. എന്തായാലും 90 മീറ്റർ അകലം മാത്രമാണ് ഇനി കല്ല് ഭിത്തി നിർമ്മിക്കാനുള്ളത്. അതുപോലും കൃത്യമായി ചെയ്യുന്നില്ല. ആ 90 മീറ്ററിന് ഇവർ വില കൊടുക്കേണ്ടി വരുന്നത് ഇവരുടെ ജീവിതം തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വലിയതുറ നിവാസികൾ ഈ അധികൃതരോട് പറഞ്ഞിട്ടുള്ളതും. എന്തായാലും ഇക്കാര്യങ്ങൾക്കൊന്നും ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഈ വീടുകളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് എത്രത്തോളം ദുരിതത്തിലാണ് ഈ ജനങ്ങൾ, അവരുടെ ആശങ്കകൾ എത്രത്തോളമാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതാണ്. പക്ഷേ ഐഷത്തുൽ ഷംനയാണ് വലിയതുറയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അവരുടെ ആശങ്ക അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടതാണ്. താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ മാത്രമല്ല സ്വീകരിക്കേണ്ടത്, അവരുടെ ജീവനും ജീവിതത്തിനും സ്വത്തിനുമൊക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ട തരത്തിൽ ശാശ്വതമായ പരിഹാരമാണ് അവിടെ കാണേണ്ടത്.